യോ വരണം മാഡം. ഈ മുംതാസിന്റെ ചിരിക്കുന്ന മുഖം മാത്രമേ അയാൾ കണ്ടിട്ടുള്ളൂ. ഇന്ന് അയാൾ വേറൊരു മുഖം കൂടെ കാണും. വില്ലേജ് ഓഫീസർക്ക് ആള് മാറിപ്പോയി. ഇത് കോട്ടപ്പുറം മുംതാസാ, കോട്ടപ്പുറം മുംതാസ്. എടാ ബിജു, എന്താ സാറേ? നമ്മൾ വീട് ഒഴിപ്പിക്കാനല്ലേ പോണത്? അതെ, മാഡത്തിന്റെ പോക്ക് കണ്ടിട്ടേ അവരെ കൊല്ലാൻ പോകും പോലെയാണല്ലോ പോണത്. എടാ ബിജു, അത് നീ ആദ്യം ആയതുകൊണ്ടാ. എടാ നമ്മുടെ മേഡം എന്ന് പറയുന്നത് ചെന്ന് കൊണ്ടുവരാൻ പോയാ കൊന്നു കൊണ്ടുവരുന്നതാ നമ്മുടെ മേഡം. മനസ്സിലായ എന്ന് വെച്ചാ? ഡേ എന്ത് പറ്റി? നല്ല കുഴപ്പമുണ്ടോടെ? ഷാജ സാറേ, കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയെന്നാ തോന്നണേ. ഇനി എന്ത് സംഭവിക്കാം? അല്ല, നമ്മളെന്തായി നടന്നു പോണത്? അതെ, അതാണ് കോട്ടപ്പുറം മുംതാസ്. ശത്രുവിന് രക്ഷപ്പെടാൻ ഒരു പഴുത് പോലും കൊടുക്കത്തില്ല. കമാൻ. ചേട്ടാ, ആരാ ഇവരൊക്കെ? ഒന്ന് പതുക്കെ പറ. അതാ കോട്ടപ്പുറം മുന്താസ്. അതാരാ? കോട്ടപ്പുറം മുന്താസ്. അതാണോ കോട്ടപ്പുറം മുന്താസ്? ആ. അതാരാ? ഓ, നമ്മുടെ സുശീല വാടകയ്ക്ക് താമസിക്കണില്ലേ? അത് അവരെ വീടാ. സുശീലേ? അതാരാ? ഓ എടി, നമ്മുടെ വില്ലേജ് ഓഫീസറെ ഭാര്യ സുശീല, നിനക്കറിയത്തില്ലേ? അവൾ. അത് പറ, നമ്മളെ പരവേറ്റ പെണ്ണുപിള്ള. അതാണ് ഈ വളച്ചേട്ടി പറഞ്ഞത്. എങ്ങനെ ഇരിക്കണ്? നാട്ടിലുള്ള ഒരു പെണ്ണുങ്ങളെ പേരും അവക്ക് അറിയത്തില്ല. വില്ലേജ് ഓഫീസറെ പേര് പറഞ്ഞപ്പോ അവക്ക് കൃത്യമായിട്ട് അറിയാം. പോലെ ഇപ്പൊ നിനക്ക് കാര്യം മനസ്സിലായ? അങ്ങനെയാണോ ഏട്ടാ? ഈ മനോഹരേട്ടന്റെ വീട് ഒഴിപ്പിക്കാൻ വന്നതാണോ? ഇന്ന് അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ചേട്ടാ, നമുക്ക് ഈ മനോഹരേട്ടനൊന്ന് സഹായിക്കണ്ടേ? വല്ലപ്പോഴും ഒക്കെ നല്ല വർത്താനം പറയുന്ന ആളല്ലേ. എൻ്റെ ഒരു ഉഗ്രൻ ഐഡിയ ഉണ്ട്. ചേട്ടാ ഒന്ന് നിന്ന് തന്നാ മതി. നീ ആവശ്യമില്ലാത്ത കാര്യത്തിനകത്ത് ഇടപെടല്ലേ. ചേട്ടാ ഒന്നും അല്ലെങ്കിൽ ഒരാണല്ലേ. അവിടെ നിക്കായി. ഈശ്വരാ, ഇന്ന് സമയം വൈകിയല്ലോ. ഇവിടുന്ന് കേൾക്കുന്ന പോരാണ്ട് ഇനി അമാരെ വായന കൂടി കേൾക്കാം. എട്ടര മണിയാകുമ്പോ പുള്ളിക്കാരൻ എണീക്കും. ഇത്ര പെട്ടെന്ന് നേരം വെളുത്ത ഒന്ന് ഉറങ്ങിയ പോലുമില്ല. 7 മണിക്ക് അലാറം വെച്ച് ചായ കൊടുത്തതാ. ഇതാണ് ഐസ് ടീ. അതൊന്നും നോക്കണ്ട, അത് കുടിക്കും. പക്ഷേ ഇനിയാണ് രസം. എഴുന്നേറ്റാ? ഇന്നും ചായ കുടിച്ചില്ലല്ലേ? ആർക്ക് വേണം നിന്റെ ഈ തണുത്തുറഞ്ഞ ചായ? ഓ, അപ്പൊ ഇനി ഒരു ചായയും കൂടെ വേണം. അത് ചൂടുള്ള ചായ. അതല്ലേ പ്രശ്നം? എടി, ഒന്നുമല്ലേ, ഞാനൊരു വില്ലേജ് ഓഫീസറല്ലേ. ഒരു ചൂട് ചായ കിട്ടാനുള്ള അവകാശമൊക്കെ ഇല്ലേ? ചൂട് ചായ ഇട്ട് വെച്ചാലേ കുടിക്കണായിരുന്നു. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ലേറ്റ് ആയി. അത് കൊള്ളാം. ഉറങ്ങിക്കിടന്ന് എന്റെ തലയിൽ അതും കൊണ്ടുവച്ച് അല്ലേ? സാറിനൊന്നും അറിയണ്ടല്ലോ. മനുഷ്യ, നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? ബോധമില്ലാത്തതേ നിന്റെ അച്ഛൻ രായപ്പന്. ആ പറഞ്ഞത് കറക്റ്റ്. ഇപ്പോഴെങ്കിലും നിനക്കത് ബോധ്യമായല്ലോ. എന്റെ അച്ഛന് ബോധം ഉണ്ടായിരുന്നെങ്കിലേ നിങ്ങളെ പോലെ ഒരുത്തിനെ കൊണ്ട് കെട്ടിക്കുമായിരുന്നു. എന്തുവാണ് എനിക്ക് കുറവ്? പോയെ രാവിലെ തമാശ പറഞ്ഞിട്ട് പോടി. എന്താണ് കുഴപ്പം? എന്തിനാണ് ഇത്ര ചിരിക്കുന്നത്? വിട്, ഞാൻ പറയാം. പറ. കരിമ്പൂച്ചേട്ടന്മാരെ, മുന്താസേച്ചി, നിങ്ങളുടെ വണ്ടിയാണോ റോഡിൽ കിടക്കുന്നത്? അത് ഞങ്ങളുടെ കാറാണ്. കാറിന് എന്തെങ്കിലും പറ്റിയാ? ഇപ്പൊ ഒന്നും പറ്റിയില്ല.
വല്ലതൊക്കെ പറ്റും. ചേച്ചിയെ നോക്കി പഠിപ്പിക്കുന്നു വേണ്ട. ചേച്ചിയുടെ കാറല്ലേ റോഡിൽ കിടക്കുന്നത്. നാട്ടുകാരെല്ലാം കൂടെ റോഡിൽ വണ്ടി എടുന്ന് പറഞ്ഞ് എല്ലാം കൂടെ അടിച്ചു തള്ളി പൊട്ടിക്കും. എന്റെ കാറ് പൊട്ടിക്കാൻ മാത്രം ധൈര്യമുള്ളവന്മാർ ഇവിടെ ഉണ്ടോ? എങ്കിലും ഒന്ന് കാണുമല്ലോ. എന്താ വാടാ. എടി നീ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത്? ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ആർക്കറിയാം? ചേട്ടനി കൊണ്ടുവന്ന് മനോഹരേട്ടൻ്റെ കാര്യം പറയാം. വാ. എന്റെ കൂട്ടുകാരി രാജിനെ ഓർമ്മയില്ലേ? പിന്നെ എനിക്കറിയില്ലേ, അല്ലെങ്കിൽ അവക്ക് എന്നെ കാണുമ്പോൾ ഒരു ഇളക്കമുള്ളതാ. ആ, അങ്ങനെ ഇളകി 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 അവള് നിങ്ങളെ കുറിച്ച് എപ്പോഴും ഒരു കാര്യം പറയാറുണ്ട്. പറയട്ടെ? പറയും. ഞാൻ പറയുവേ. കാര്യം പറ. അതെ, അവള് പറയാ നിങ്ങളെ കണ്ട വെള്ളത്തിൽ വീണ പൂച്ച പോലെ ഉണ്ടെന്ന്. അതിനുള്ള മറുപടി ഞാൻ അവക്ക് നേരിട്ട് കൊടുത്തോളാം. കൊടുത്തോ. ആഹാ, അയ്യോ മോളെ എന്ത് പറ്റടി? അല്ല മോളെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അല്ലെങ്കിലും എന്റെ മുഖം എന്താടി കുഴപ്പം? സാധാരണ അവള് യുദ്ധം കഴിഞ്ഞല്ലേ സ്കൂളിൽ പോവൂ. ഇന്ന് ആരും പറയുന്നത് സ്കൂളിൽ പോന്നു. അതാ ചോദിച്ചത്. ഓ, ഈ രണ്ടും കൂടെ എന്റെ മണ്ടയ്ക്ക് കയറിക്കോ. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ. ചോദിക്കും മോളെ, അച്ഛനെ ഇട്ട് കഷ്ടപ്പെടുന്നത് മോള് കാണുന്നതല്ലേ? അച്ഛനെ അമ്മ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞൂടെ? അച്ഛന്റെ അല്ലേ മോള്, എനിക്കിത് വേണം. അമ്മേ, ഉമ്മ. ഉമ്മ. അച്ഛാ, അമ്മ രണ്ടുപേരും കൂടെ അടികൂടല്ലേ. ഞാൻ പോവാണേ. പോയിട്ട് വരാന്ന് പറ മോളൂ. ദേ, ചുമ്മാ ഇവിടെ കുത്തിരിക്കാതെ ആരെങ്കിലും കണ്ട സസ്പെൻഷൻ ഒന്ന് പിൻവലിപ്പിക്കുക. അതൊക്കെ ശരിയാവടി. ഞാൻ ഒരാളെ കണ്ട് എല്ലാം നേരാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ വീട്ടിൽ കിടന്ന് അടിമപ്പണിയത് ഞാൻ ചത്തു. എടി, ഒന്നുമല്ലേലും ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ. അതാ എന്റെ അച്ഛന് പറ്റിയ തെറ്റ്. ഇത് എന്നെ കൊണ്ട് വല്ലതും ചുമ്മാ പറയിപ്പിക്കരുത് കേട്ടോ. ഇതിപ്പോ ഞാനൊന്നും പറയുന്നില്ല. വെറുതെ ഇരുന്നാ ബോറടിക്കുന്ന പറഞ്ഞോണ്ടല്ലേ ഇവിടുത്തെ ജോലി ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ലോ. അത് അപ്പോഴത്തെ ഒരാവേശത്തിന് ഞാനങ്ങനെ പറഞ്ഞു. ഒന്നും ചെയ്യണ്ട. എന്നാ പിന്നെ ഞാൻ പോണേ. അവിടെ നിന്റെ പൊട്ട് പറ്റുമെങ്കിൽ ചെയ്യ്. ചേട്ടാ സാറേ, ചേട്ടാ സാറേ. സാറേ, മിതമായ നിരക്കിൽ ജോലി ചെയ്ത് കൊടുക്കും സാറേ. അത് കൊള്ളല്ലേ. പക്ഷെ ഇവിടെ ജോലിയൊന്നുമില്ല. ചേട്ടാ ചേട്ടാ അങ്ങനെ പറയല്ലോ ചേട്ടാ. ഇവിടെ വേറെ ആരില്ല ചേട്ടാ. ഇവിടെ വേറെ ആരുമില്ല. നീ ഒന്ന് പോയേ. ചേട്ടാ, കൂലി വേണ്ട ചേട്ടാ. തിന്നാൻ എന്തെങ്കിലും തന്നാ മതി. എന്ത് ജോലിയും ചെയ്തോളാം. അത് കൊള്ളാം. വേണ്ട, ശരിയാവത്തില്ല. സത്യമായിട്ട് കാശ് വേണ്ട ചേട്ടാ. അല്ല, നീ ഇവിടെ കിടന്നേ പിന്നീട് അതിന് വഴക്കുണ്ടാക്കും. ഇല്ല, ഒരിക്കലും ഇല്ല. ആഴ്ചയിൽ ഒരു വീട്ടിൽ ഫ്രീ ആയിട്ട് ജോലി ചെയ്യാന്ന് നേർച്ചയുണ്ട്. അതുകൊണ്ടാ. അവിടെ അധികം ജോലിയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ വാ. എന്താണ് ബാഗില്? ചേട്ടാ, തുണികള് റൂമിലെ ഒക്കെ കള്ളന്മാരാ. അവിടെ ഒന്നും വെക്കാൻ പറ്റൂല. അതുകൊണ്ടാ. നീ അതവിടെ വെച്ചിട്ടേ പുറത്തെ പണികളൊക്കെ ചെയ്തേ. ചേട്ടാ, പുറത്തെ പണി ഒന്നും ചെയ്തുകൂടാ. എനക്ക് വൃതം. അതെന്നാടാ അങ്ങനെ? അകത്തെ പണി എല്ലാം ഞാൻ ചെയ്തോളാം. എന്നാ നീ അകമല്ല വൃത്തിയാക്ക്. ഞാൻ എടുത്തുതരാം. ചേട്ടാ, ഒന്നും തരണ്ട. എല്ലാം ഞാൻ എടുത്തോളാം. വാ. അതെ, ഞാനിവിടെ ഉണ്ടെന്നേ നീ ആരോടും പറയണ്ട. അതെന്ത് ചേട്ടാ? അതൊക്കെ ഉണ്ടടാ. ചേട്ടാ, ഞാൻ കള്ളം പറയില്ല. പിന്നെ ചേട്ടന് വേണ്ടി ആദ്യമായിട്ട് ഞാൻ കള്ളം പറയാം. ശരി, എന്നാ വാ. ഇങ്ങോട്ട് വാ.
ഒന്ന് വാ പെട്ടെന്ന് വരല്ലേ? വന്നേ. ഓ വരണം. അതാര്? ആരാ? മനോരേട്ടുണ്ടോ? ഇല്ല, അങ്ങ് ദൂരെ പോയി. ഇല്ലെന്ന്. നീ കാര്യം പറഞ്ഞിട്ട് വാ. മനോരേട്ടൻ വരും പറയണേ. മുന്താസ് തിരക്കി വന്നെന്ന്. എല്ലാം ശരിയാക്കാം. ആടി. എന്നാലും മനോരേട്ടൻ്റെ അടുത്ത് പറയാൻ പറ്റിയില്ലല്ലോ. നടക്കണേ അങ്ങോട്ട്. നിന്റെ ഒരു മനോഹരനായി നടക്കായി. ഓടിച്ചത് കണ്ടു കാണുമെന്തോ. അവരെന്തിനു പറഞ്ഞത്? ഇതാണ് വീട്. അല്ല എന്നാലും ആ പെണ്ണുപിള്ള വണ്ടിയുടെ കാര്യം അങ്ങനെ പറഞ്ഞത് എന്തിനായിരിക്കും? അവർക്ക് തലയ്ക്ക് സുഖമില്ലായിരിക്കും സാർ. അയ്യോ ശരിക്കും സുഖമല്ലേ? ഇങ്ങോട്ട് വന്നേ എല്ലാം കൂടെ. ചവിട്ടി തുറക്കട്ടാ. ഷാജഹാനെ, ഇതാണ് വീട്. നേരെ നോക്കി കണ്ടോ. മുംതാസ് പറഞ്ഞതിന്റെ അത്രയൊന്നും ഇല്ല അല്ലടാ സജി? ശരിയാ, ഞാൻ അങ്ങോട്ട് പറയാതിരിക്കുകയായിരുന്നു. ഷാജഹാനെ, എന്നെ പഠിപ്പിക്കല്ലേ. മുംതാസ് വാങ്ങലും വിക്കലും തുടങ്ങിയിട്ടേ കുറെ കാലമായി. പിന്നെ അല്ലാതെ കോട്ടപ്പുറം മുംതാസ് എന്ന് പറഞ്ഞാൽ ആരാ? ആരാന്നാ? ഇത് തന്നെയാണ് കോട്ടപ്പുറം മുംതാസ്. ആ എനിക്കറിയാം ഇതെങ്ങനെ വായിക്കണമെന്ന്. മനോഹരൻ സാറേ, വീട്ടിൽ ആളുണ്ട്. പാല് പുറത്ത് കിടക്കല്ലേ? ഷാജഹാൻ സാറേ, ഞാൻ പറഞ്ഞ വിലക്കാക്കി മുന്നോട്ട് പോവാം. അല്ലെങ്കിൽ ഈ കച്ചവടം ഇവിടെ വെച്ച് നിർത്താം. വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ വാടകക്കാർ ഒഴിപ്പിക്കാൻ എങ്ങനെ? ഈ മുംതാസ് ഒരു വാക്ക് പറഞ്ഞ വാക്കാ. അല്ല ആരാ ഇവിടെ താമസിക്കുന്നേ? വില്ലേജ് ഓഫീസറാ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. 4 മാസമായി സസ്പെൻഷനായിട്ട്. എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എന്റെ വസ്തു കച്ചവടത്തിന് സഹായമാണെന്ന് വിചാരിച്ചാ ഞാൻ അഡ്വാൻസ് പോലും വാങ്ങാതെ ഇയാൾക്ക് വീട് കൊടുത്തത്. ഇതിപ്പോ എത്ര മാസമായി? 10 മാസം. 10 മാസമേ ഉള്ള. തരുവായിരിക്കും അല്ലേ? തരും. എടാ, അയാൾ ഇവിടെ വന്നിട്ടും 10 മാസമായുള്ളൂ. ഇന്നൊരു തീരുമാനം എടുക്കും. എന്നോടാ കളി. വിളിക്കടാ. മനോഹരൻ സാറേ, മനോഹരൻ സാറേ. സാറേ എന്തുവാടാ? പുറത്തെ ആരോ വന്ന് നിൽക്കണം. എടാ, അത് മുന്താസാടാ. അവരെ ഞാനെന്ത് ചെയ്യണം? നീ മിണ്ടാതിരി ഒന്ന്. അവരങ്ങ് പൊക്കോളൂ. അകത്തേറി അവനെ അങ്ങ് തൂക്കട്ടാ. വേണ്ട 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 അകത്തേറെ കേസാവും. വേണ്ടല്ലേ? മുംതാസ് വന്നിട്ട് കുറച്ചു നേരം ആയോ? അകത്ത് കയറി ഇരിക്കാത്ത എന്താ? എന്റെ വീട്ടിൽ കയറി ഇരിക്കാൻ തന്നെയാ ഞാൻ വന്നത്. അങ്ങനെ ഇരിക്കണമെങ്കിലേ നിങ്ങളൊക്കെ ആദ്യം പുറത്തോട്ട് ഇറങ്ങണം. മനോഹര, മര്യാദയ്ക്ക് പുറത്തിറങ്ങി വന്നാ നിനക്കൊള്ളാം. വീട് കഴിഞ്ഞു തരാം. പെട്ടെന്ന് വന്ന് പറഞ്ഞാ? വീട് ഒഴിയാൻ പറഞ്ഞിട്ട് 4 മാസമായെന്നാണല്ലോ മുംതാസ് പറയുന്നത്. കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട. മനോഹരൻ എവിടെ? ഇവിടെ ഉണ്ടല്ലോ. സേട്ട ഇവിടെ ഇല്ല. സേട്ട ഇല്ലെന്ന് പറയാനാ പറഞ്ഞത്. മനോഹരൻ സാറേ, അകത്ത് ഒളിച്ചിരിക്കാതെ പുറത്തോട്ട് വന്നേ. ഇപ്പൊ വിളിച്ചോണ്ടോ? ചേട്ടൻ നാണക്കേട് ഉണ്ടാക്കാതെ ഇറങ്ങി വന്നേ. മനോഹരൻ സാറേ, നിങ്ങൾ ഇതുവരെ താമസിച്ചതിന്റെ വാടക തന്നിട്ടില്ല. താമസിക്കാതെ ഞാൻ വാടക തരാം. ബെസ്റ്റ്. ഇവിടെ താമസിച്ചിട്ടേ വാടക തരുന്നില്ല, പിന്നെയാണ് താമസിക്കാതെ വാടക തരുന്നത്. നടന്നത് തന്നെ. അതെ, വാടക കുടിശ്ശിക ഇന്ന് തന്നാൽ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. അതെന്തായാലും ഇന്ന് നടക്കാൻ പോണില്ല. നാളെ രാവിലെ വാതിൽ തുറന്നു നോക്കുമ്പോ ഈ മരത്തിൽ തൂങ്ങിയാടും. അയ്യോ മാഡം, അവിവേകം ഒന്നും കാണിക്കല്ലേ. വാടക തന്നില്ലെന്ന് കരുതി മാഡം തൂങ്ങിച്ചാണ്ട കാര്യമൊന്നുമില്ല. തൂങ്ങിച്ചാവുന്നോ? ഇവിടെ വീട് വിൽപ്പനയ്ക്കുള്ള ബോർഡ് തൂങ്ങിയാടുമെന്നാ പറഞ്ഞു. അതെ മാഡം, അല്പ സാവകാശം തരണം. മനോഹര, നിന്റെ ഭാര്യയുടെ അടുത്ത് കിടന്ന് തല്ലുകൊണ്ട് നിന്റെ ഊപ്പാട് വരും. മര്യാദയ്ക്ക് ഇറങ്ങിക്കോണം കേട്ടോ. മുംതാസ് മാഡം, ഒരു മിനിറ്റ് വന്നേ.
ഡേയ്, ഡേയ്, നില്ലെടേ. ഓ എന്താ ചേട്ടാ? ഡേയ്, എവിടെ പോണേ? ചേട്ടാ ശശി എല്ലാ ജോലിയും ചെയ്ത് കഴിഞ്ഞു. ഇതാര് കണ്ടിട്ടൊരു കള്ളലക്ഷണം ഉണ്ടല്ലോ. യവൻ ജോലി തിരക്കി വന്നതാ എന്നെ സഹായിക്കാനായിട്ട്. അവന് കൂലി കൊടുക്കണ്ടേ? ചേച്ചി ഇന്ന് കൂലി ഒന്നും വാങ്ങൂല. പാവം പാവല്ലേ. എന്നാ പൊയ്ക്കോടാ. ശരി പോട്ടാ. ശരി. ചേട്ടാ താങ്ക്സ്. നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. നമ്മളെ ഇപ്പൊ അങ്ങനെ ഇറങ്ങുന്നില്ല. ഏ? എന്റെ മുന്നിൽ വെച്ച് നിങ്ങളെ അടിക്കുന്നല്ലേ പറഞ്ഞേ? എനിക്കതൊന്ന് കാണണം. നീ എനിക്ക് അടിവാച്ച് തന്നെ അടങ്ങുള്ളാടേ. നിങ്ങൾ എന്റെ കൂടെ അങ്ങ് നിന്നാ മതി. വാ. എന്ത് തീരുമാനിച്ചു? വീടൊക്കെ ഒഴിഞ്ഞു തരാം. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഞാനിപ്പോ റവന്യൂ മിനിസ്റ്ററെ കണ്ടിട്ടാ വരുന്നത്. അദ്ദേഹം എന്റെ ഒരു ബന്ധുവാ. ചേട്ടന്റെ സസ്പെൻഷൻ പിൻവലിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പകരം ചേട്ടൻ ചെയ്ത അഴിമതി കുറച്ചു പേരുടെ പേരും വിവരങ്ങളും കൊടുക്കാന്ന് ഞാനും വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെ മുന്താസേ? മുന്താസിന്റെ പേരും കൂടെ ഞാൻ കൊടുക്കട്ടെ? മാഡത്തിന് വേണ്ടിയാണല്ലോ കൂടുതൽ അഴിമതികൾ ചെയ്തത്. പേര് കൊടുക്കാന്നൊക്കെ വെച്ചാ എല്ലാത്തിനും ഒരു സാവകാശമൊക്കെ ഇല്ലേ? അപ്പൊ വീട് ഒഴിയണ്ടേ മുന്താസേ? അല്ല ഞാൻ പറയാം. ഇപ്പൊ പോയിട്ട് വരാം. എടാ ഓടാ കൂട്ട്. വാ വാ വാ. എങ്ങനെയുണ്ട് പെൺബുദ്ധി?